ഓട്ടപ്പാച്ചിലുള്ള ദിവസങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. രാവിലെ എണീച്ചപ്പോൾ ഒരു വാഴക്കൊല കണ്ട് അത് വെട്ടിയതിന് ശേഷം ഉമ്മാൻ്റെ കോൾ വന്ന് ഇമ്മക്കും തേക്കൻകുറ്റി ഒരു ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ഒരു സൈൻ കിട്ടണമെന്ന്. അങ്ങനെ മുക്കത്ത് പോയി ഉമ്മാനെയും കൂട്ടിയിട്ട് തേക്കൻകുറ്റി പോയി ഉമ്മക്കുള്ള സൈനും കാര്യങ്ങളൊക്കെ വാങ്ങി ഉമ്മാനെ വീട്ടിലാക്കിയതിന് ശേഷം വീട്ടിൽ വന്ന് ഒരു വാഴക്കൊലയും പൂളയും ഒക്കെ ആയിട്ട് ഇതാക്കുന്ന ഒരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടോ. പൂളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അങ്ങനെ വാഴക്കയും പൂളയും കറിയോ എന്തെങ്കിലും വെക്കാലോ വിചാരിച്ചിട്ട് അതിന് കുറച്ച് ഒരാളെ വെയിറ്റ് ചെയ്ത് അതും വാങ്ങി. അപ്പോൾ നാത്തൂനും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പഴം ഉള്ളത് കൊണ്ട് വേഗം പഴംപൊരി ചൂടാലോ വിചാരിച്ചിട്ട് വേഗം മാവൂട്ടി വെച്ചായിരുന്നു. അപ്പം തന്നെ മാവൂട്ടി നല്ല രീതിയിൽ പൊള്ളുന്ന ഒരു പഴംപൊരിൻ്റെ റെസിപ്പി നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു പഴംപൊരിയും അതേമാതിരി അവർ കൊണ്ടുവന്ന കേക്കായിരുന്നു കേട്ടോ. അപ്പം അവർ കൊണ്ടുവന്ന കേക്ക് നാളെ എപ്പോഴെങ്കിലും പിന്നെ മുറിക്കാൻ വിചാരിച്ചപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാതെ കേക്ക് മുറിച്ചേ പറ്റൂ കേട്ടോ. അങ്ങനെ പിന്നെ ആ കേക്കും അതേമാതിരി പഴംപൊരിയും ആവട്ടെ വിചാരിച്ചിട്ടോ. പിന്നെ പഴത്തിന് ഇപ്പോൾ വില കുറവാട്ടോ. അപ്പോൾ പഴത്തിൻ്റെ എല്ലാ വെറൈറ്റി സംഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ പഴത്തിന് വില കുറയുമ്പോൾ ചില നേന്ത്രപ്പഴത്തിന് ഭയങ്കര റേറ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാക്കണ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉമ്മ കുറച്ച് പഴം തന്നിരുന്നു കേട്ടോ. അതായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന പഴമായിരുന്നു. അത് പഴുത്തപ്പം പഴംപൊരി പൊരിച്ചതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണ നമ്മൾ പഴംപൊരിയും അതേമാതിരി ആ കേക്കും എല്ലാം കൂടി. അപ്പോൾ ഓല് പറഞ്ഞേ നമ്മളെ ന്യൂ ഇയർ ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ട് ആ കേക്ക് വന്നൊരു കഷ്ണം എടുത്ത് മുറിച്ചുകൊണ്ട് ന്യൂ ഇയറും കൂടി ആഘോഷിക്കുന്ന മക്കളാട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് എൻ്റെ മക്കൾക്ക് അറിയാണ്ട് ഇവരെന്നാ പോവുകയെന്ന്. അത് പോകാനുള്ള തിരക്ക് ഓനെ പറഞ്ഞേക്കാനുള്ള തിരക്കല്ല കേട്ടോ. അത് ഇവർ എത്ര ദിവസം ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം തന്നെ മുൻകരുതലെടുത്ത് ചോദിച്ചിട്ടാണ് ഇവരെ അങ്ങോട്ട് കയറ്റിയത് തന്നെ കേട്ടോ. നിങ്ങൾ എന്നാ പോവുക എന്നുള്ളത്. കാരണം ഇവരെ വന്നാൽ മെയിൻ കളിയാണ് കേട്ടോ. കളിക്കുക ഫുട്ബോൾ. അതിന് ചെടി ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും ഒന്നും ഓല നോക്കൂല. ഓല ഫുട്ബോളും തകർക്കുക ചെയ്യട്ടെ. ഒരു 2 ദിവസമാണ് ഭയങ്കര. അങ്ങനെ പിന്നെ രാത്രിയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഫുഡ് ഓർഡർ ഇതാട്ടോ. ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹസ്ബൻഡ് ബിരിയാണോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് പറയുക കേട്ടോ. പക്ഷേ അതുണ്ടാക്കി മുറിച്ചിട്ട് സാധനം വാങ്ങി ഉണ്ടാക്കി സംസാരിക്കാനും നിൽക്കാനും കുത്തിരിക്കാനും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴത്തെ പരിപാടി പറഞ്ഞാൽ വാങ്ങലാട്ടോ. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് വാങ്ങി വെച്ചാൽ ഈ മന്തി എനിക്ക് വയറ് നിറയണമെങ്കിൽ മന്തി വേണം. പക്ഷെ ഇവർക്കൊക്കെ ബ്രോസ്റ്റ് മതി. കാരണം എന്ന് വെച്ചാൽ കുറേ ആയി മന്തി ആടുന്നു വരുന്നു കല്യാണത്തിനും ഒക്കെ തിന്നതാണ്. ബ്രോസ്റ്റ് മതി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ബ്രോസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ അതെല്ലാം കൂടി കഴിഞ്ഞപ്പം നമ്മൾ തിന്നുമ്പോൾ പച്ചവെള്ളം കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമനപ്പ് തരുവാണ്. അങ്ങനെ സമനപ്പും കൊടുത്ത് നാളെ അനിയൻ വരുന്ന ദിവസമാണ്. അപ്പം നാളത്തെ വീഡിയോ മറ്റൊരു വീഡിയോ വരെ ബൈ.